അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കൂണ് അഥവാ നമ്മുടെ കാസർഗോഡെല്ലാം കുമിലെന്നാണ് പറയുന്നത്. അതിനെ നോക്കിയിട്ട് പോകുന്ന വീഡിയോസാണിത്. ഞങ്ങളങ്ങോട്ടെല്ലാം കൂടുതലായിട്ടും റബ്ബർ തോട്ടങ്ങളാണുള്ളത്. ഇപ്പോൾ മഴക്കാലത്ത് റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോമിലെല്ലാം ആണ് ഈ കുമിൽ അഥവാ കൂണ് മുളക്കുന്നത്. അങ്ങനെ റബ്ബർ തോട്ടത്തിൽ കൂണ് നോക്കിയിട്ട് നടക്കാൻ തുടങ്ങി. സാധാരണ ഈ സമയത്തെല്ലാം കൂണ് മുളച്ച് വരേണ്ടതാണ്. ഇതുവരെ ഒന്നും മുളച്ചിട്ടൊന്നും കാണുന്നില്ല അവിടെ. റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ നോക്കി വരുന്ന സമയത്താണ് ഒരു കാഴ്ച ഉണ്ടത്. ഈ റബ്ബറിൻ്റെ ചിരട്ടയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അതിനകത്ത് പുഴു പോലത്തെ ഒരു സാധനം. ഇതെന്താണെന്ന് മനസ്സിലായിട്ട് അതിന് ജീവനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പടച്ചു കളിക്കും. എന്താണെന്നറിയില്ല അത്. ഇത് നമ്മളെ അടുത്തുള്ളൊരു പനിനീർ ചാമ്പങ്ങയാണ്. ഇതിനകത്ത് കുറേ പൂ പിടിച്ചിട്ടുണ്ട്. മഴക്കാലത്താണ് ഇതിൽ കായെല്ലാം പിടിക്കൽ. ഇതാണ് പനിനീർ ചാമ്പങ്ങൻ്റെ പൂവ്. കാണാൻ നല്ല സ്റ്റൈലുണ്ട്, നല്ല പിങ്ക് കളറിൽ. അതിന് താഴെ ഭാഗത്തെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടായി കാണാൻ. ഈ ഭാഗത്തെല്ലാം കൂടുതലായിട്ടും കാട്ടുപന്നികളെല്ലാം വരലുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് വരാനുള്ള ഭയങ്കര പേടിയാണ് ഇങ്ങോട്ട്. കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അതിലേക്ക് പോകണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. ഒരു അരമണിക്കൂർ നേരത്തോളം ഞാൻ കൂണുണ്ടോന്ന് തപ്പി നോക്കി. ഒന്നും കിട്ടിയില്ല. മഴക്കാലത്ത് ഇത് മുളച്ചിട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ പോകുന്നത് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അങ്ങോട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. വലിയ വെള്ളമൊന്നുമില്ല. മഴക്കാലം കുറവായതുകൊണ്ട് വെള്ളം കുറവാണ് ഇതിനകത്ത്. ചെറുപ്പത്തിലെല്ലാം ഇവിടെ വന്നിട്ട് നമ്മൾ ചൂണ്ടയിടലുണ്ട്. ചെറിയ ചെറിയ പരൽമീനെല്ലാം പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ആരും ചൂണ്ടയിടാനും വരലില്ല, മീനിനെ പിടിക്കാനും വരലില്ല. ഒരു 3/4 മണിക്കൂർ നടന്നിട്ടാണ് ലാസ്റ്റ് ഈ ഒരു കൂണ് കിട്ടിയത്. റബ്ബർ തോട്ടത്തിൽ നിന്നല്ല, വീട്ടിന് താഴെ തന്നെ ഉണ്ടായി.